കാസർഗോഡ് ഗർഭിണിയെ വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണം. പ്രതിക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി. പ്രതിയായ നൌഫലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്നും യുവതി. ചന്ദേര പോലീസിനെതിരെയാണ് കുടുംബത്തിന്റെ പരാതി. നൌഫൽ വന്നിട്ട് ഒരു 3:30 മണിയോടുകൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നൌഫൽ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ എൻ്റെ ഭർത്താവ് മാത്രമാണ് ഈ കോട്ടേഴ്സ്, വേറെ ആരുമില്ല. അവൻ ഇവിടെ വന്നിട്ട് ഡോറ് നല്ലോണം അടിച്ച് ഇതാക്കി. അപ്പോൾ എൻ്റെ ഭർത്താവ് പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നം, നല്ല രീതിക്ക് ചോദിച്ചാണ്. അപ്പം എൻ്റെ മേത്തോട്ട് എൻ്റെ ഭർത്താവിനെ തള്ളിയിട്ടപ്പോഴത്തേക്കും ഡോർ ക്ലോസ് ആയിട്ട് മാത്രം എൻ്റെ മേത്തോട്ട് വീണില്ല. എനിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി. പിന്നെ ഇവർ രണ്ടാളും കൂടിയിട്ട് നല്ലോണം അടിയായി. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഈ നൌഫൽ എന്ന പ്രതിക്ക് ഇത്ര സ്വാധീനം അല്ലെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കുന്നത് പോലീസുകാരുടെ ഭാഗത്തു നിന്ന്? ഗോകുലെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സംഭവ സ്ഥലത്ത് തന്നെയാണ്. തൃക്കരിപ്പൂർ മാടക്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നൌഫലും അതുപോലെ തന്നെ ഈ അലീനയുടെ ഭർത്താവ് ഷുഹൈബും തമ്മിലുള്ള തർക്കം ഉണ്ടാവുന്നത്. ആദ്യം ഈ വീട്ടിലേക്ക് എത്തി വീടിൻ്റെ വാതിലുകൾ ഉൾപ്പെടെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജനൽച്ചില്ലാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതൊക്കെ അടിച്ചു തകർത്തിട്ടു. അതിനുശേഷമാണ് അലീനയുടെ അടുത്തേക്ക് ഈ പ്രതി എത്തുന്നത്. പ്രതി ആ സമയം ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. പ്രതി ലഹരിക്ക് അടിമയാണെന്നും പറയുന്നുണ്ട്. ഇവർ ബന്ധുക്കളാണ്. മുൻപുണ്ടായിരുന്ന ചില തർക്കങ്ങളാണ് ഇത്തരത്തിലൊരു അക്രമത്തിലും മർദ്ദനത്തിലുമൊക്കെ കലാശിച്ചത്. ഈ ചന്ദേര പോലീസിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓമനയാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ആ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് കൃത്യമായി പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഇവരെ വീട് കയറി ആക്രമിച്ചു, ഗർഭിണിയായിരുന്നു, 3 മാസം ഗർഭിണിയാണ്, അലീനയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി എന്നൊക്കെ പോലീസിനോട് പറഞ്ഞു എന്ന് ഇവർ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ പോലീസ് കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയില്ല. പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് മാത്രം ചുമത്തി പ്രതിയെ ജാമ്യത്തിൽ വിട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അലീന നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നൌഫൽ എന്ന് ചെയ്തത്? നൌഫൽ ഇവിടെ വന്നിട്ട് എൻ്റെ ഭർത്താവിനെ എന്നെ മർദ്ദിക്കുകയും ചെയ്തു. എന്നിട്ട് അവനാണെങ്കിൽ എൻ്റെ വയറിൽ ചവിട്ടുകയും ചെയ്തു. വലത് ഭാഗത്ത് വയറിൽ ചവിട്ടി എനിക്ക് അടിവയർ നല്ലോണം വേദന എടുക്കുകയും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അവർ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ആക്കാൻ കഴിയൂല, ഗൈനക്കോളജിസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ. അത് തന്നെയാണ് അലീന പറയുന്നത് അനുസരിച്ച് അലീനയെ ചവിട്ടുന്നതുൾപ്പെടെയുള്ള കൃത്യത്തിലേക്ക് ഈ നൌഫൽ കടന്നു എന്നതാണ് അലീന പറയുന്നത്. ഗുരുതരമായ പരാതിയാണ് പോലീസിന് മുന്നിൽ എത്തിയത്. പക്ഷേ പോലീസ് നിസാര ഭാഗത്തോടെ വളരെ ലാഘവത്തോടു കൂടി ഈ കേസ് കൈകാര്യം ചെയ്തു എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. ഗൂഗിൾ